ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ജയ്പൂർ സെക്കൻഡ് ഡേ വ്ലോഗാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. ലേറ്റായി കുറച്ച്, ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ഇന്നലത്തെ അത്ര തണുപ്പില്ലല്ലേ? ഇന്നലെ നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഞാനൊരു ജുമുക്ക് എടുത്തിരുന്നു. അതിൻ്റെ എന്തായാലും പറയുക, നമ്മുടെ ഇതുണ്ടാവില്ലേ, ഹോൾഡ് ചെയ്യുന്നത്, അതിനെ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഓക്കെ, എന്തായാലും നമ്മുടെ കമ്മൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനത് ഊരി വെച്ചു. പക്ഷേ ഒരു ബിന്ദി തൊട്ടിട്ടുണ്ട്. ഹൗ മൈ ലുക്ക്, ഫൈനൽ ലുക്ക് ഡിയേഴ്സ്, കമൻറ്റ് ബിലോ. ആൻഡ് യാ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഷാദി ഇവിടെ തന്നെ ഉണ്ട്. ഷാദി, ജസ്റ്റ് സേ ആൻഡ് ഹായ്. ഒരു ഹായ് പറയൂ ഷാദി. ഓക്കെ, ഷാദി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടു. കുറച്ചൊക്കെ വ്ലോഗ് എടുത്തിട്ടുള്ളൂ തോന്നുന്നു. പക്ഷെ എന്തായാലും ഒരുപാട് വ്ലോഗ് എടുക്കാൻ ഇന്ന് നോക്കാം. കാരണം ഇന്നലെ പോയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും പോകുന്നത്. ഇന്നലെ പോയത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവൻ ഞങ്ങളെ കൊണ്ടുപോയതാണ്, ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നലെ വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ പലതും തുറന്നിട്ടുണ്ടായിരുന്നില്ല. 5 മണിയാകുമ്പോൾ അടയ്ക്കും. മോണുമെൻറ്റ്സ് ഒക്കെ 5 മണിയാകുമ്പോൾ അടയ്ക്കും, പല മോണുമെൻറ്റ്സും കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ നമ്മൾ പോയിട്ട് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. അമീർ ഫോർട്ടൊക്കെ, അമീർ ഫോർട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പുറത്തുനിന്ന്. അപ്പം നമ്മൾ ഇനി അകത്ത് ഇന്ന് കയറും. സോ ചുരിദാർ ഇട്ടിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ എവിടെയുള്ള പിങ്ക് സിറ്റി. ഞങ്ങൾ പിങ്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. സോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമീർ ഫോർട്ട് ലക്ഷ്യമാക്കിയിട്ടാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജീപ്പിൽ കയറിയിരിക്കുകയാണ്. Am I looking like എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ആയിട്ട് എന്നെ ഇപ്പോൾ തോന്നുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ? പോവാൻ തീരുമാനിച്ച് ഞാൻ പീരിയഡ്സ് ആയി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ടോയ്ലറ്റിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ വണ്ടിയിലാണ് ഇപ്പോൾ പോകുന്നത്. ചില ടൈമിൽ അങ്ങനെയാണ്, നമ്മളെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ ഡ്രൈവർ അതിൻ്റെ ദിവസം നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്. കൈൻഡ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ അകത്തുനിന്ന് ഒരാളോട് ഓക്കെയൊക്കെ പറഞ്ഞൊരു ടോയ്ലറ്റ് വന്നപ്പോൾ ഇയാളെ കണ്ട. ഇവൻ കേരളത്തിലാണ് ജനിച്ചത്, പക്ഷെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇവന് മലയാളം മനസ്സിലാവുന്നില്ല, പക്ഷെ മലയാളികളോട് ഒരു ഇഷ്ടമുണ്ട്. മനസ്സിലായില്ലേ? तो फर्स्ट ऑफ ऑल नमस्कार आप सब लोगों को। जैसे कि अपन इस गांव में आए, इस गांव का नाम है आम्बेर. AMBER, Amber is English name, is local is calling to Amber. AMBER, everybody calling to Amber. Amber is village name. Village is 1000 years old. Palace, you visiting palace. Palace is maximum 450 years old. Palace is 450 years old. These are not the fort. Fort is as a mountain. Jagat Fort and Nargat Fort is another fort outside. Okay. You're visiting palace. Here is only for all of the jewelry washable. Main thing we use more 5 color. Total is 7 block printing to hair. Look this one. Okay. The first color. Okay. We make cloth stuff sari, bed cover or dress material. Ready eye productions. I explain inside. So please come with me. कहाँ से आना हुआ? केरला लेवड़ा Malappuram. मालापुर ना तिरुचि. ഇത് കണ്ടിട്ടാണ് ഗൈസ് വാവ് വന്നിട്ടുള്ളത്. Please go. Yeah. Your language complete. Tamil Nadu says complete. Okay. Please, madam. It's closed. Yeah. So 3 times.
इधर खड़ा है अभी എന്തൊക്കെ കാണണം. पहले तेरा ही कराऊंगा बिरादरी में करने में कोई बुराई नहीं है, घर वाले भी ऑब्जेक्शन नहीं और दूसरे को भी नहीं. महारानी बन गया मैडम. Thank you भैया. अच्छा है ना. Just want to look. നിർത്തോ. സാരി എടുത്തപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ രാജ്കുമാരിയെ പോലെ ഉണ്ട് കാണാനെന്നൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായി. ആ റെഡും ബ്ലാക്കും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു അംബർ ഫോർട്ടിലോട്ട്. അപ്പം പീരിയഡ്സ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വയറുവേദനയിലാണുള്ളത്. സോ ഞാൻ വ്ളോഗ് നിർത്തി ഗൈസ്. വ്ളോഗിങ് നിർത്തി ഗൈസ്. വയ്യ. ആഫ്റ്റർ ദാറ്റ് സ്കൂൾ ട്രിപ്പ് വന്ന കുറച്ച് കുട്ടികളായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. എൻ്റെ ആ കുട്ടികൾ പറഞ്ഞു ആപ്പ് സുന്ദർ ഹേ എന്ന് പറഞ്ഞു. അത് ഭയങ്കര മോട്ടിവേഷനായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നർഗർ ഫോർട്ടിലോട്ടാണ് പോയത്. ഇന്നലെ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ അവിടുത്തെ ലോക്കൽ ഏരിയാസൊക്കെ നമുക്ക് കാണിച്ചു തരാനും കഥകൾ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് കൂടിയിരുന്നു. ഞങ്ങളൊരു ചെറിയൊരു കഫേയിൽ കയറിയിട്ട് ഒരു കോഫി കുടിച്ചു. അപ്പോഴത്തേനും ഈവനിങ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് വ്യൂ ഇതായിരുന്നു നർഗർ ഫോർട്ടിൽ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു. ജയ്പൂർ സിറ്റി ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വന്ന പാട് ആരും ലൈറ്റൊന്നും ഇട്ടിരുന്നില്ല. അപ്പോഴത്തേനും വൈകുന്നേരം ആയതുകൊണ്ട് അപ്പോഴത്തേനും കുറേ ഇങ്ങനെ വെളിച്ചത്തോടെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നി. പിന്നെ സൺസെറ്റ് കുറവായിരുന്നു. ഒരു ഫോഗി സീസണിലാണ് നമ്മൾ പോയിരുന്നത്, ഡിസംബർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് കിട്ടിയില്ല. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. The beauty of Jaipur. Yeah, and I took lots of pics and I will share here, okay? And നോക്ക്, ആ വീടുകളിലൊക്കെ വെളിച്ചം കത്താൻ തുടങ്ങി. ഞാൻ കമന്റ് ബോക്സിലിടാം. ഈ കുട്ടിക്ക് തീരെ ബുദ്ധിയില്ല. പിക്ചേഴ്സ് ഞാൻ കമന്റ് ബോക്സിൽ ഇടാന്ന് പറയുന്ന കുട്ടി. ഓ, യൂട്യൂബിലാണോ? എന്നാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതൊക്കെ വരും കേട്ടോ. അങ്ങനെ പറയരുത്. പിന്നെ എൻ്റെയും ഷാദിൻ്റെയും കുറേ കത്തിയടിക്കലും. പിന്നെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഓരോ കഥകൾ പറഞ്ഞ് അത് നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ച് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ വോയിസ് ഓഫ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാണ്. ആൻഡ് നമ്മൾ നർഗർ ഫോർട്ട് പോയപ്പോൾ നമ്മൾ കുട്ടികളെ പോലെയായിരുന്നു. എല്ലാം ഓടിക്കളിച്ചു. ഞാൻ ഓടുന്നതിലിടയ്ക്ക് ഒരു കുരങ്ങൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ തിരിച്ചോടി. പിന്നെ ഫുൾ കൺഫ്യൂഷനായിരുന്നു. വന്ന വഴി മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ നമ്മൾ കുറച്ചൊക്കെ, അതായത് വന്ന വഴി മനസ്സിലാവുന്നില്ല. അത്രയും എന്താ പറയുക, ഒരു നിഗൂഢമായ ഒരു ഫോർട്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാനും ഷാദിയും കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ മെയിൻ ക്യാരക്ടറായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് ഞാൻ ഈ കൊട്ടാരത്തിലെ രാജകുമാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം ഇതുവഴിയായിരുന്നു ഞാൻ പുറത്തോട്ട് നോക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒട്ടും മനസ്സിലാവില്ല. അപ്പം ചില സ്ഥലത്തൊക്കെ ഞാൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാവും. ഗൈസ്, കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും കിട്ടിയ ഈ സുഹൃത്തിനെ നമുക്കൊരു വണക്കം കൊടുക്കാം. ഇവിടെ എല്ലാവരും ചോദിക്കുകയാണ് ഞങ്ങൾ ട്വിൻസാണെന്ന്. ബിക്കോസ് ഷാക്കിറ ഷാദിയ എന്ന് പറയുമ്പോൾ അതിനൊരു സിമിലാരിറ്റി ഇല്ലേ? ഉണ്ടോ എന്താന്നറിയില്ല. പിന്നെ കാണാനും പല്ല് ക്ലിപ്പിട്ട് ഏകദേശം ഒരുപോലെ. ഷാദിതാത്ത എന്നുള്ളതിനൊരു സ്റ്റോറി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും നെയ്ബേഴ്സാണ്. അപ്പം ഞാനൊരു 4th പഠിക്കുമ്പോൾ അവളൊരു 7th എങ്ങാനും.
അപ്പം ഞാൻ അവളെ അന്നൊക്കെ താത്താന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ താത്തയിൽ നിന്ന് ഷാദി എന്ന് വിളിക്കുന്ന സ്പേസിലോട്ട് എത്തുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു വലിയ ജേണിയാണ്. അപ്പം ഇപ്പം ഞങ്ങൾ കണക്റ്റഡ് ആയതിൻ്റെ കാര്യം രണ്ടുപേരും ഒരേപോലത്തെ മണ്ടത്തരങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിനെ കുറച്ചുകൂടി ഇമോഷണലി നോക്കിക്കാണുന്ന രണ്ട് വ്യക്തികളാണ്. ആൻഡ് ഓൾസോ വലിയ വ്യത്യാസങ്ങളുണ്ട് ഞങ്ങൾ തമ്മിൽ, എങ്കിൽ കൂടെ വൈബൊക്കെ ഏകദേശം കണക്റ്റഡ് ആണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കണക്ട് ചെയ്ത് നിൽക്കാനും പറ്റാറുണ്ട്. ഓക്കെ ഷാദി, എന്താണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് 2 വാക്ക് പ്ലീസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് സഹിച്ചിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിഗ് ക്ലാപ്പ്. ഓക്കെ, ഷാദിയെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഹൗ യു ഫീലിംഗ് നൗ? I feel like I just did something beautiful and what I say. What? Say. Tuppu. No. Where is my flower? Guys, That's yours and this is mine. ഞങ്ങളുടെ രാജ തന്ന അവൻ്റെ പേര് രാജ് ഗുപ്ത തന്ന ഫ്ലവേഴ്സിൽ ഒന്ന് ഒടിഞ്ഞു പോയി. ശരിക്കും എനിക്ക് വേണ്ടി തന്നതായിരുന്നു. ആൻഡ് ഞാൻ പിന്നെ അവള് പോസ്റ്റ് ആവുന്നല്ലോ കരുതിയിട്ട് അവൾ കൂടെ കൊടുത്തു. ഞാൻ വെറുതെ പറയട്ടോ, ശരിക്കും ഷാദിനെയാണ് എനിക്ക് ഇഷ്ടമായത്. എൻ്റെ രാജകുമാരൻ അറിയാമല്ലോ, എൻ്റെ രാജകുമാരൻ എവിടെയോ ഇതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറേ ചിരിക്കുകയാണ്. ഞങ്ങൾ കോമഡി പറഞ്ഞ് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കി വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ക്രിഞ്ച് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഓഫ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചത്, എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോഴത്തേന് ഇരുട്ടായി തുടങ്ങി, ഫോട്ടോ അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പുറത്തോട്ട് പോകാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. ജയ്പൂരത്തെ 2 ഡേയ്സിന് ശേഷം ഞങ്ങൾ ഇനി ജയ്സാൽമീറിലോട്ട് ഇന്ന് രാത്രി തന്നെ വണ്ടി കയറണം. ഞങ്ങൾ താഴത്തെ നിലയിലേക്ക് എത്തി. താഴെയായിരുന്നു എൻ്റെ റൂം. കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഈ മെയിൻ ക്യാരക്ടർ കളിച്ചുകൊണ്ടിരിക്കുക. ഈ കൊട്ടാരത്തിലെ രാജകുമാരി ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ലൈബ്രറിയാണ്, ഇവിടെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗായ്സ്, വോയിസ് ഓവറിൽ ഞാനാണെങ്കിലും ഇതിൽ ശരിക്കും ഞാനല്ല കേട്ടോ. ഇതിൽ മെയിൻ ആവുന്നത് ഷാദിയാണ്. കാര്യം ഷാദിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. അയ്യോ, പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഷാദിൽ ഒരുപോലെ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് ഞാനല്ല. പല്ലുമ്മ ക്ലിപ്പ് ഉണ്ടെന്നുള്ള സാമ്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീടിനോട് യാത്ര പറയുകയാണ് ഗായ്സ്. സത്യം ഗായ്സ്, എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. രാജസ്ഥാൻ ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്, അത്രയേ ഉള്ളൂ പറയാൻ. ഫീലിംഗ് ലൈക്ക് എന്തോ ഒരു സാധനം ഫുള്ളായതുപോലെ. കാര്യം അത്രയും കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു രാജസ്ഥാൻ. അതെൻ്റെ വളരെ കുറച്ച് സുഹൃത്തുക്കൾക്കറിയാം. ഞാൻ യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുൻപേ ഞാൻ പറയുമായിരുന്നു എനിക്ക് രാജസ്ഥാൻ പോകണമെന്ന്. സോ രാജസ്ഥാൻ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ആവേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർട്ടിനോട് വിട പറയുകയാണ്. നല്ല ഫോർട്ടാണ്. ആൻഡ് വി ബോട്ട് ചപ്പൽ ഫ്രം ജയ്പൂർ. ഈ ചെരുപ്പ് നമ്മൾ രണ്ടാളും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജയ്സാൽമീറിലോട്ടുള്ള ബസ് കയറാനായിട്ട് നിൽക്കുകയാണ്. ബസ് ബുക്ക് ചെയ്തിരുന്നു നമ്മൾ. അപ്പോൾ ഇനി നാളെ രാവിലെ ജയ്സാൽമീർ എത്തും. അപ്പോൾ ഞാൻ പീരിയഡ്സ് ആയതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ യാത്രയിലൊന്നും അറിഞ്ഞില്ല കേട്ടോ, കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ബസ് കയറാം. സോ ഗായ്സ്, ഞങ്ങൾ ജയ്സാൽമീറിലോട്ട് ബസ് കയറി. ബസ്സിലുള്ള യാത്രയിലാണ് അപ്പോൾ ഞങ്ങൾ ജയ്പൂരിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബസ് ഇതാ ആരംഭിച്ചിരിക്കുകയാണ്.